20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമ നടൻ, ഇഷ്ടപ്പെട്ട സിനിമ നടി, അങ്ങനെയൊക്കെയല്ലേ പറയുന്നേ. പക്ഷെ എപ്പോഴും വെറൈറ്റി ആയിട്ട് വരുന്ന ആളാണ്. ആരാണ്? ഞാൻ യാ. അപ്പൊ അന്ന് എന്റെ വെറൈറ്റിയിൽ എന്റെ തലയിൽ ഉദിച്ച ഒരു കാര്യമാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട സിനിമയിലെ വില്ലൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വില്ലുണ്ട് ഇപ്പോഴും. വെള്ളക്കൊട കാറ് വന്ന് നിൽക്കും, വെള്ളക്കൊട വരും, അതിനകത്തൂടെ വെള്ള വാച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പേരെന്നായിരുന്നു? നരേന്ദ്ര ഷെട്ടി. അതുപോലൊരു വില്ലുണ്ട്. ജോണി വാക്കറിലെ മറ്റേ പുള്ളിയില്ലേ, കാതില് കമ്മലൊക്കെ ഇട്ടിട്ട് ആ പുള്ളിയെ വണ്ടി സാമി കോളേജ് സീക്വൻസുകളിലൊക്കെ ആ പുള്ളിയുടെ വണ്ടി കാണുമ്പോഴേ വരുന്നുണ്ട്. ശ്രീവിദ്യ? എനിക്ക് സ്ഫടികത്തിലെ ചാക്കോ മാഷ് ആദ്യ വില്ലനാണല്ലോ, പിന്നെയല്ലേ ഇത് ആവുന്നേ. തിലകൻ സാറിന്റെ മിക്ക കഥാപാത്രങ്ങളും അങ്ങനത്തെ ഒരു ഷെയ്ഡ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അതെ, അല്ലല്ല, തിലകൻ ചേട്ടൻ ചെയ്യുന്ന വില്ലൻ ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടം. പെരുന്തച്ഛനിലൊരു നെഗറ്റീവ് ഷെയ്ഡില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കുള്ള ഇഷ്ടമുള്ള വില്ലൻ, ഇങ്ങനെ ചെറുതായിരുന്നപ്പോഴേ എനിക്ക് ഷാരൂഖ് ഖാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷാരൂഖ് ഖാൻ ഡറുണ്ട്, ബാസിഗർ. ഡറിനൊക്കെ പിന്നീടാ കണ്ടത്. പിന്നെ ബാസിഗറിലാണ് എനിക്കൊന്ന് പുള്ളി ഭയങ്കര ഹീറോ ആൻഡ് വില്ലനായിട്ട് കണ്ടുള്ള. അന്ന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വില്ലനിസം കാണിക്കുമ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. എനിക്ക് നമുക്ക് ഈ വില്ലന്മാരെ കൊല്ലണം, അതാണല്ലോ നമുക്ക് ഇഷ്ടം. എനിക്ക് മുതൽവൻ സിനിമയിലെ രഘുവരൻ ഒളിച്ചടിക്ക വില്ലന്റെ അടുത്ത് ഇഷ്ടം. പിന്നെ അതുപോലെ ദേഷ്യം തോന്നിയ വില്ലനായിരുന്നു കീരിക്കാടൻ ജോസ്. ഒരാളെ ജീവിതം തകർത്തിട്ട്. ഒരു മിനിറ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ധാരാവിയിലേക്ക് പോകേണ്ടത്. അല്ലല്ല, ധാരാവിയല്ല, ഞാൻ മലയാളത്തിന്റെ കാര്യം തന്നെ പറയാൻ പോകും. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ നമ്മൾ ഓപ്പൺ തിയേറ്റർ, അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. അപ്പൊ ഓപ്പൺ തിയേറ്ററിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ ആഴ്ചയിലോ അല്ല മാസത്തിലോ ഒരു പ്രാവശ്യമാണ് ഈ റീജിയണൽ ലാംഗ്വേജ് സിനിമകൾ വരിക. മലയാളം സിനിമ വന്നപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സിനിമ ഞാൻ മറക്കൂല. ഓപ്പോളില് ബാലൻ കെ നായർ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്കിളിനെ കാണുമ്പോൾ. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ അങ്കിളിനെ കണ്ടു. ഞാൻ കുറേ സമയം എടുത്തു അങ്കിളിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാൻ. അതൊരു പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവരെല്ലാരും പരിചയപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവരെല്ലാരും പാവന്മാരാണ്. ഇപ്പൊ നമ്മുടെ ഈ കിലുക്കത്തില് ശരത് സക്സേന സർ, അവരെല്ലാരും കാണുമ്പോ ദേ ആർ സോ ഗുഡ്. പക്ഷെ ബാലൻ കെ നായർ ഞാൻ മറക്കൂല. ഭയങ്കര പേടിയുണ്ട്. നമ്മള് റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ മലയാളം എടുത്തു. പക്ഷെ ഇപ്പൊ ശ്വേതേച്ചിനോട് ചോദിക്കുകയാണെങ്കിൽ വേറെ ലാംഗ്വേജസിൽ നോക്കുകയാണെങ്കിൽ തമിഴോ ഹിന്ദിയോ അങ്ങനെ ഏതെങ്കിലും നോക്കുകയാണെങ്കിൽ വില്ലൻ ഈ പറയുന്ന പോലെ ഒരു കഥാപാത്രം ഉണ്ടോ? അല്ലെങ്കിൽ അതെ, ഇപ്പൊ ഗബ്ബർ സിംഗ് നമ്മള് ഷോയിലെ കണ്ടപ്പോ ഒബ്വിയസ്ലി മൂപ്പര നടത്തം സ്പെഷ്യൽ എഫക്ട്സ് അന്ന് ആ ഒരു സ്റ്റെപ്സ് എടുക്കുമ്പോ ടക്ക് ടക്ക് കിത്തനേ ആദ്മി ഥേ എന്ന് പറയുമ്പോ നമുക്കൊരു ഇതുണ്ടാവും. कितने आदमी थे सरदार? 2 आदमी थे. അപ്പോ അങ്ങനത്തെ ഗബ്ബർ സിംഗ് അഗൈൻ അംജദ് അങ്കിളിനെ ഞാൻ കണ്ടപ്പോ ഐ വാസ് ലൈക്ക് ഈ സോ ക്യൂട്ട്. ഗുണ്ടുമണി മോന്റെ കൂടെ ഞാൻ അഭിനയിച്ചു. അങ്ങനെയൊക്കെ അതൊക്കെ. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഗുഡ് എക്സ്പീരിയൻസ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊക്കെ ബിഫോർ മൂവീസ് ലൈഫിന്റെ മുമ്പേ ഉള്ള ഒരു ഇത്. മലയാള സിനിമ കിടുകിട വിറപ്പിച്ച ഒരു വില്ലൻ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വില്ലനാണോ അദ്ദേഹം. ഒരു ദിവസം എൻ്റെ അടുത്ത് ഞാനും അദ്ദേഹം കൂടെ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്തപ്പോ പുള്ളിയുടെ വീട്ടിൽ ഇറക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പൊ എന്നെ പറയടാ ആ ജംഗ്ഷനിൽ നിർത്തണടാ. മലയാള സിനിമയില പിള്ളേരൊക്കെ കരഞ്ഞ വില്ലനാണ്. അയാളെ കാണുമ്പോഴേ കരയും. അവിടെ ഒന്ന് നിർത്തണടാ. ഞാൻ ചെന്ന എനിക്ക് ആട്ടിയ മാവ് ഒരു ഓറ് പാലും വാങ്ങിക്കാം. കുടുംബത്തിൽ പറഞ്ഞ പിന്നെ അങ്ങനെയൊന്നും പറയും. പിന്നെ എന്തിനാ പറഞ്ഞത്? ആ വില്ലൻ ഇപ്പോഴും ബിസ്ക്കറ്റ് കൊടുത്ത ചായയിൽ മുക്കിയെത്തി. ഞാൻ ഒരു വില്ലന് വെയിറ്റിംഗാണ്. കളങ്കാവിലെ മമ്മൂക്കയുടെ വില്ലന്. അതുപോലെ തന്നെ മണിച്ചേട്ടനും. മണിച്ചേട്ടന്റെ തമിഴിലൊക്കെ ആ രാക്ഷസ രാജാവിൽ ഒരു സാധനമുണ്ട്, വിക്കി മന്ത്രിയായിട്ട് വന്നിട്ട് ആ വീട്ടിനകത്ത് കയറി എല്ലാത്തിനും കൂടെ കൊന്നുകളയുന്നുണ്ട്.
അത്രയും നേരം ചിരിപ്പിച്ചോണ്ട് നിന്നിട്ട് അത് ഞാൻ പറയാൻ വേണ്ടി ഈ വില്ലന്മാർക്ക് നമുക്ക് ഇങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിലും ചില പേരുകൾ ഉണ്ടാവും സ്ട്രൈക്ക് ചെയ്യുന്ന ആ പേര് തന്നെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത്. അതായത് ജഗ്ഗു എന്നുള്ളൊരു പേര് കേൾക്കുമ്പോ അല്ലേ? ജോസ് പ്രകാശ്. ഒരു കാലത്ത് മിമിക്രിയുടെ ഷോക്കാർഡില് ജയന്റെ ഫിഗർ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തൊരു ജഗ്ഗും കാണും. അണ്ണൻ നിന്നിട്ട് അതായത് എനിക്ക് ഭയങ്കര മുടിയായിരുന്നു, നല്ല മുടിയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ജയൻ നിൽക്കുന്നു, അപ്പുറത്ത് ഞാൻ ഒരു കളർ ടീഷർട്ടൊക്കെ ഇട്ട് തലമുടിയൊക്കെ പിരിച്ചിട്ട് ഇവിടെ ഒരു ഉണ്ണിയൊക്കെ വെച്ച് സത്യം ഒരു കളിത്തോക്കം കൊണ്ട് ജഗ്ഗുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫോട്ടോഷൂട്ടാണ് പോസ്റ്ററിന്റെ. ലാസ്റ്റ് ഷോക്കാർഡ് ഇറങ്ങിയപ്പോ എന്റെ ഫോട്ടോ വലുത്. ആ സത്യം പ്രോഗ്രാമിന്റെ പേരെന്ന് പറയുമ്പോ ചിന്താമണി ചിരിക്കേസ്. ആ പോസ്റ്റർ ആയിരുന്നു പിന്നെ ട്രൂപ്പില്. ഇപ്പോഴും ആ പോസ്റ്റർ പല വീട്ടിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൊച്ചുങ്ങളെ പേടിപ്പിച്ച് ചോറ് കൊടുക്കും. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്.